My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 179ാമത്തെ എപ്പിസോഡിൽ ലാക്ടസിസ് എന്ന അധ്യായത്തിൻ്റെ 8ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് ലാക്ടസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല ലക്ഷണങ്ങളും കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഡിഫ്തീരിയ, ചിലതരം അർബുദങ്ങൾ, ടൈഫോയിഡ് അങ്ങനെയുള്ള മാരകമായേക്കാവുന്ന രോഗാവസ്ഥകളിൽ ലാക്ടസിൻ്റെ പ്രയോഗ സാധ്യതകൾ കെൻഡ് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ മറ്റു ചില ഔഷധങ്ങളുമായിട്ടുള്ള വിലപ്പെട്ട താരതമ്യങ്ങളും കെൻഡ് ഇവിടെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിനേക്കാൾ ഉപരിയായിട്ട് ലാക്ടസിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പൊട്ടൻസിയുടെ സെലക്ഷൻ, റിപ്പീറ്റേഷൻ, ഇതിനൊക്കെ അബദ്ധം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന വലിയ അപകടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കെൻഡ് ഇവിടെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻ ലാക്ടസിസ് ദർ ഇസ് oozy ഓഫ് ബ്ലഡ് അറൗണ്ട് ദ ടീത്ത്. ദ ഗംസ് ബ്ലീഡ് ഈസിലി. ലാക്ടസിസ് ഒരു ബ്ലീഡിംഗ് റെമഡിയാണ്. പല്ലിൻ്റെ ചുറ്റിൽ നിന്ന് രക്തം വാർച്ചയുണ്ട്. മോണകൾ വളരെ എളുപ്പം രക്തവാർച്ച ഉണ്ടാക്കുന്നു. Dry crusts appear upon the teeth in zymotic diseases, often black formations, sores, and the tongue takes part in the appearance of the mouth and becomes slick. അപ്പോൾ പല്ലിൽ പൊറ്റ പോലെ ഉണ്ടാകുന്നു, വരണ്ട പൊറ്റ പോലെ. സൈമോട്ടിക് ഡിസീസ്, പഴയ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച് പറയുന്നത്. ഈ ടൈഫോയിഡിൽ ഈ ഒരു അവസ്ഥ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കറുത്ത നിറത്തിലുള്ള ഫോർമേഷൻസ് ആയിരിക്കും പല്ലിൽ. സോർഡ്സ്, ഇതേപോലെ തന്നെ ചുണ്ടിലുണ്ടാകുന്ന പൊറ്റ പോലെ ഉണ്ടാകുന്ന സാധനം. ദ ടങ് ടേക്സ് പ്ലേസ് ഇൻ ദ അപ്പിയറൻസ് ഓഫ് ദ മൗത്ത് ആൻഡ് ബിക്കംസ് സ്ലിക്ക്. അപ്പോൾ നാവ് വായുടെ ആ അപ്പിയറൻസിലേക്ക്, വായുടെ തുറവിയിൽ നാവ് വന്നിങ്ങനെ ഇരിക്കും. നാവിൻ്റെ ഒരു പാലറ്ററി കണ്ടീഷനാണ്. അത് സ്ലിപ്പറി ആയിട്ട് മാറും. ദിസ് ഒക്കേഴ്സ് ഇൻ ടൈഫോയിഡ് കണ്ടീഷൻസ് when there is a total loss of assimilation. The appetite is entirely gone. The stomach will not take food. അപ്പോൾ ടൈഫോയിഡിൽ ആണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോഴേക്കും വിശപ്പ് പൂർണ്ണമായിട്ടും പോയി, വയറ് യാതൊന്നിനെയും ദഹിപ്പിച്ച് ആഗിരണം ചെയ്യുന്നില്ല. ആൻഡ് വെൻ ഫുഡ് ഈസ് പുട്ട് ഇൻ ദ സ്റ്റൊമക്ക് ഇറ്റ് ഈസ് റിജക്റ്റഡ്. വയറിലേക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളുകയും ചെയ്യും. ദർ ഈസ് ഓൾസോ പാരസിസ് ഓഫ് ദ ടങ്. നാവ് തളർന്ന അവസ്ഥ, ഒരു പാലറ്ററി കണ്ടീഷൻ. ദ ടങ് സീംസ് ടു ബി ലൈക്ക് ലെതർ ഇൻ ദ മൗത്ത്. വായുവിൽ തുകലിൻ്റെ കഷ്ണം പോലെ, നിർജ്ജീവമായ തുകലിൻ്റെ കഷ്ണം പോലെ നാവിന് കിടക്കും. ഇറ്റ് ഈസ് മൂവ്ഡ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. അത് ചലിപ്പിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. ആൻഡ് ദ സ്പീച്ച് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് 1/2 ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഈ നാവ് ചലിക്കാതെ തന്നെ സംസാരം വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ലഹരി പിടിച്ച് നാവ് കുഴഞ്ഞ് സംസാരിക്കുന്ന പോലെ. ഹീസ് അണേബിൾ ടു ആർട്ടിക്കുലേറ്റ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ആ പേഷ്യൻറ്റിന് പറ്റുന്നില്ല. ടോങ് സ്വെൽസ് ആൻഡ് ഇസ് പ്രൊട്രൂഡഡ് വെരി സ്ലോലി. നാവ് നീർക്കെട്ടി വീർത്തിട്ട് അതിനെ പുറത്തേക്ക് തള്ളാൻ വളരെ സാവകാശമേ നാവിനെ പുറത്തേക്ക് തള്ളാൻ പറ്റുകയുള്ളൂ. ഈസ് ഡ്രൈ ആൻഡ് കാച്ചസ് ഓൺ ദ ടീത്ത് ആൻഡ് സീംസ് ടു ഹാവ് ലോസ് സ്റ്റിഫിനെസ്. അപ്പോൾ നാവ് വരണ്ട് പല്ലിൽ ഒട്ടിപ്പിടിക്കും, അതിൻ്റെ ആ ഒരു കട്ടി നഷ്ടപ്പെട്ടു പോകുന്നു. സീംസ് ലൈക്ക് എ റാഗ്, ഒരു പഴന്തുണി പോലെയായിട്ട് മാറുന്നു. ഓർ ആസ് ഇഫ് ദ മസിൽസ് ഡിഡ് നോട്ട് ആക്ട് അപ്പോൺ ഇറ്റ് സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി പ്രൊട്രൂഡഡ്. അപ്പോൾ നാവിൽ പേശികൾ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് അതിനെ പുറത്തേക്ക് തള്ളാനോ നാവിനെ ചലിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. ഓർ ഇഫ് ഇറ്റ് ഈസ് പ്രൊട്രൂഡഡ് ഇറ്റ് ട്രംബിൾസ് ആൻഡ് ക്യുവേഴ്സ് ആൻഡ് ജേർക്സ് ആൻഡ് കേജസ് ഓൺ ദ ടീത്ത്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും നാവിനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വിറച്ച് നാവിനോടിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കും. Again it is swollen, it is denuded of its papillae and smooth, shiny and glassy as if varnished. അപ്പോൾ നാവ് വീർത്തുകെട്ടിയിരിക്കും, അതിലെ ചെറിയ മുകുളങ്ങളെല്ലാം അതിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ട് നാവിൻ്റെ ഒരു പരുപരത്തെ ഒരു ടെക്സ്ചർ പോയിട്ട് വളരെ സ്മൂത്തി ആയിട്ട് മാറും, വാർണിഷ് ചെയ്തതുപോലെ. The mouth there is a soapy appearance of saliva. സോപ്പി അപ്പിയറൻസ്, പിന്നെ ഉമിനീര് ഇങ്ങനെ പതഞ്ഞ് ഇരിക്കും, കട്ടിയായിട്ടിരിക്കും. The saliva runs in the mouth copiously
The patient will often lie with head over side of the bed. വായിൽ നിന്ന് ഇങ്ങനെ ഉയരിങ്ങനെ ധാരധാരയെ ഒഴുകിയിട്ട് ഇത് എങ്ങനെ എത്ര ഭാഗം തുളച്ചു കളയും. അപ്പോൾ എന്താ ചെയ്യുക, തല ചരിച്ച് കിടത്തിയിട്ട് ഒരു പാൻ താഴെ വെച്ച് കൊടുക്കും. ആൻഡ് ദ സലൈവ ഡ്രിപ്പിംഗ് ഇൻ ടു എ പാൻ ഓർ കൊമോഡ്. ദ സലൈവ ഈസ് സ്റ്റിഞ്ചി ആൻഡ് പുൾഡ് ഔട്ട് ഓഫ് ദ മൗത്ത് ഇൻ സ്ട്രിങ്സ്. ഈ ഉമിനീരിങ്ങനെ കട്ടയായിട്ട് അതിങ്ങനെ നൂല് പോലെ വായിൽ നിന്ന് നൂല് പോലെ വലിച്ചെടുക്കാൻ പറ്റും. അത്രക്ക് ഒരു പശ പോലെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്നൊരു ഭാഗത്തിനാകും. വൈറ്റ് മ്യൂക്കസ് ഓർ സലൈവ, വെളുത്ത നിറത്തിലുള്ള കഫമോ ഉമിനീരോ. ഇത് കഫത്തിൻ്റെ അപ്പിയറൻസ് പോലെ ആകും ഉമിനീരിന്. ദിസ് ഈസ് നോട്ട് ആൻ അൺകോമൺ ഫീച്ചർ ഇൻ ഡിഫ്തീരിയ. ഡിഫ്തീരിയയിൽ ഇത് അസാധാരണ ഒരു കാര്യമല്ല, എന്ന് വെച്ചാൽ ഡിഫ്തീരിയയിൽ ഇത് സാധാരണമാണ്. ഇൻ സോർ ത്രോട്ട്, സോർ ത്രോട്ടിലും ഇത് സാധാരണമാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ആൻഡ് മൗത്ത് ആൻഡ് ഗംസ്, നാവിലും വായിലും മോണയിലും ഒക്കെ ഉള്ള നീർവീക്കത്തിലും ഇത് സാധാരണ സംഭവിക്കും. ആൻഡ് ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ്സ്, നീർഗ്രന്ഥികളിലെ നീർവീക്കത്തിലും ഇങ്ങനെ സംഭവിക്കാം. When this mucus is thick, tough, yellow, stringy and ropey, it is like Calibicromica. In yellowish കളറും റോപ്പി ആയിട്ടുള്ള തിക്കായിട്ട് ഇങ്ങനെ ചരട് പോലെ നൂല് പോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന അവസ്ഥ പറഞ്ഞാൽ അത് കാലിബൈക്കാണ്. You will often find in severe sore throat that the patient will lie and gag and cough and attempt with difficulty to protrude the tongue to expel the saliva from the mouth. അപ്പോൾ ഈ സോർ ത്രോട്ട് വളരെ രൂക്ഷമായ അവസ്ഥയിൽ ഉമിനീരിനെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് രോഗി വല്ലാതെ കഷ്ടപ്പെടും. ശ്വാസം മുട്ടുന്നത് പോലെ ചുമച്ചും മറ്റുമൊക്കെ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ തിക്കായിട്ടുള്ള ഉമിനീരിനെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് രോഗി കഷ്ടപ്പെട്ട് ശ്രമിക്കും. അപ്പോഴൊക്കെ നമുക്ക് ലാക്ടസിനെ ഓർക്കാം, കാലിബൈക്കിനെയൊക്കെ ഓർക്കാം. വെരി ഓഫൻ ദ പെയിൻ ഈസ് സോ സിവിയർ ഇൻ ദ റൂട്ട് ഓഫ് ദ ടങ് ദാറ്റ് ഹി കനോട്ട് എക്സ്പെൽ ദ സലീവ ബൈ ദ ടങ് and he will lie with the open mouth over a commode or by the tongue, and he will lie with the open mouth or with a cloth over the pillow to receive the thick ropey saliva. അപ്പോൾ ഈ വേദന, ഇതിനോടൊപ്പം വേദന വന്നിട്ട് നാവിൻ്റെ ആ ഒരു റൂട്ടിൽ, നാവിൻ്റെ അടിഭാഗത്ത്, നാവ് വായുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് വല്ലാതെ വേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തുപ്പിയും മറ്റൊന്നും കളയാൻ പറ്റാതെ വരും, വേദന സഹിക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ ചരിഞ്ഞ് കിടന്നിട്ട് ഒരു തുണി വെച്ച് ഒഴുകി വരുന്നതിനെ തുളച്ച് മാറ്റും, അല്ല കൊമ്മോടോ പാനോ ഒന്നെങ്കിലൊക്കെ വെച്ച് മാറ്റും, അല്ലെങ്കിൽ ഈ പില്ലോയിലും മറ്റോ ബെഡിലൊക്കെ ഇത് വീണ് നനയും, ഒട്ടിപ്പിടിക്കും. ഇൻ സച്ച് എ സ്റ്റേറ്റ് വിത്ത് സോർ ത്രോട്ട്സ്, എസ്പെഷ്യലി those that commence on the left side and go to the right, you hardly need to question longer, for it is the aspect of lacus. ഈ സോർ ത്രോട്ടിൻ്റെ കണ്ടീഷനിൽ ഇടതുവശത്ത് തുടങ്ങി വലതുവശത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇതേപോലുള്ള സലൈവയുടെ അവസ്ഥയ്ക്ക് ഇതാണെങ്കിൽ രോഗിയോട് നിങ്ങൾ അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, അത് ലാക്കസ് തന്നെ ആയിരിക്കും. ലാക്കസ് അല്ലാതാകാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ നമ്മൾ കണ്ടു, സാധാരണ ടോട്ടാലിറ്റി സിംപ്റ്റംസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കാർക്കശ്യം കാണിക്കുന്ന കെൻഡ് വളരെ വളരെ ചുരുക്കം പ്രദേശ സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ട, ഇത് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പോട് പറയാറുള്ളൂ. ലാക്കസിൻ്റെ കാര്യത്തിൽ പറയും അതിങ്ങനെ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക്, തൊണ്ടയുടെ കാര്യത്തിൽ സലൈവയുടെ സിംറ്റംസും ഒക്കെ എഗ്രി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ചോദിച്ച് ജനറൽ കണ്ടീഷൻ തേടേണ്ട, അത് ലാക്കസ് അല്ലാതെ വരില്ല. This state of affairs would lead to lacus in ordinary inflammatory conditions of the tongue and in cancerous affections of the tongue. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരൊരവസ്ഥ തൊണ്ടയുടെ ഓർഡിനറി സാധാരണ ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസിൽ, നീർക്കെട്ടിലും നീർവീക്കത്തിലും വരാം, അതുപോലെ ക്യാൻസറസ് കണ്ടീഷൻസിലും വരാം. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ നീർവീക്കത്തെയും ക്യാൻസറിനെയും രണ്ടിനെയും ഒരേ തട്ടിലാണ് കെൻറ്റിയുടെ വെക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്, ഈ രോഗത്തിൻ്റെ അല്ല രോഗാവസ്ഥയുടെ പേരുകളിൽ അത് ക്യാൻസർ ആയാലും എയ്ഡ്സ് ആയാലും ഡിപ്തീരിയ ആയാലും സാധാരണ സോർ ത്രോട്ടായാലും അതിൽ വലിയ കാര്യമില്ലെന്നുള്ളതാണ്. പ്രൊവൈഡഡ് ദർ ഈസ് ഇനഫ് സിംറ്റംസ്, സിംറ്റംസിൻ്റെ ടോട്ടാലിറ്റി വേണ്ടത്ര ഉണ്ടെങ്കിൽ ആ രോഗാവസ്ഥയുടെ പേരിൽ കാര്യമില്ല.
ഡിഫ്തീരിയ ഭയക്കും, ക്യാൻസർ എന്ന് കേട്ടാൽ ഭയക്കും, എയ്ഡ്സ് എന്ന് കേട്ടാൽ ഭയക്കും. പക്ഷേ കെൻറ്റ് ഇവിടെ സാധാരണ സോർ ത്രോട്ടിനെയും ക്യാൻസറിനെയും ഒരേ തട്ടിൽ വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേരുകളിലെ കാര്യം. ഒരു രോഗാവസ്ഥയിൽ വാട്ട് ഈസ് ക്യൂറബിൾ നിങ്ങൾ ഓർഗനിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ക്യൂറബിൾ? സിംറ്റംസ് അല്ലാതെ മറ്റൊന്നുമല്ല. ഡോക്ടർ നിരീക്ഷിക്കുന്നതും രോഗി പറയുന്നു, രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് പറയുന്നതും നിരീക്ഷിക്കുന്നതുമായിട്ടുള്ള ലക്ഷണങ്ങളുടെ ടോട്ടാലിറ്റി അല്ലാതെ ഒരു രോഗാവസ്ഥയിൽ ക്യൂറബിളായി മറ്റൊന്നുമില്ല. അത് നമ്മളെ ഗ്രേറ്റ് മാസ്റ്റർ സാമുൽ ഹനിമാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് കെൻറ്റ് ഇവിടെ ഈ സോർ ത്രോട്ടിനെയും ക്യാൻസർ അഫക്ഷൻസിനെയും ഒരേ തട്ടിൽ വെക്കുന്നത്. സിംറ്റംസ് ഉണ്ടോ, സിംറ്റംസിന് ടോട്ടാലിറ്റി ഉണ്ടോ? പക്ഷേ ക്യാൻസറിനെ കുറിച്ച് കെൻറ്റ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുവേ ക്യാൻസറസിൻ്റെ പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് കണ്ടീഷനിൽ സിംറ്റംസ് വേണ്ടത്ര ഉണ്ടാവില്ല. നമുക്ക് സിംറ്റംസ് എടുക്കാനില്ല. നല്ല ജനറൽസോ അതിൻ്റെ മൊഡാലിറ്റീസോ നല്ല സ്ട്രോങ് പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ പെക്യുലർ സിംറ്റംസ് ഒന്നും കിട്ടാനില്ല. ആ ഒരു കണ്ടീഷനിൽ അത് ഇൻക്യൂറബിൾ എന്ന് പറയാം. പാലിയേഷനെ പറ്റും. അപ്പോഴും സിംറ്റംസ് ടോട്ടാലിറ്റി വെച്ചുകൊണ്ടാണ് പാലിയേഷൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ടത് രോഗാവസ്ഥയുടെ പേരുകൾ കേട്ട് ഭയക്കരുത്. ലാക്ടോസിസ് ഹാസ് ഇൻ ഇറ്റ്സ് നേച്ചർ ദ ടെൻഡൻസി ടു formation of malignant scabs and malignant ulcers such as we find in epithelioma. എപ്പിത്തീലിയോമയിൽ ഈ ഔട്ടർ കവറിൽ, ഓർഗൻസിൻ്റെ ഔട്ടർ കവറിൽ ഉണ്ടാകുന്ന മുഴകളിൽ അത് മാലിഗ്നൻറ്റും ആകാം, ബിനൈനും ആകാം. അപ്പോൾ ഇത് ചൊറി വ്രണങ്ങൾ, അത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള മാരകമായിട്ടുള്ള ഈ ചൊറിയും സ്കാബ്സും അൾസേഴ്സും ആണെങ്കിൽ പോലും അത് ഭയപ്പെടേണ്ട. ലാക്കസ് ഹാസ് ഇൻ ഇറ്റ്സ് നേച്ചർ, അതിൻ്റെ പ്രകൃതത്തിൽ, ലാക്കസിൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉണ്ട് ഇത്തരം ടെൻഡൻസി. ഈ മാലിഗ്നൻ്റ് സ്കാബ്സ് ആൻഡ് അൾസേഴ്സ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ലാക്കസിലുണ്ട്. നമ്മുടെ പല പല ഔഷധങ്ങളിലും ഇതേപോലെ ടെൻഡൻസികളുണ്ട്. ഈ മാലിഗ്നൻസിയുടെ ടെൻഡൻസികളുണ്ട്. കൃത്യമായ ഔഷധം, അത് ലാക്കസ് ആകാം, സൾഫറാകാം, കൽക്കറി ആകാം, കാർബോജ് ആകാം, എന്തുമാകാം. സിംറ്റംസ് ടോട്ടാലിറ്റി അതാണ് ഒരു രോഗാവസ്ഥയിൽ ക്യൂറബിളായിട്ട് ആ പേഷ്യൻറ്റിൻ്റെ വൈറ്റാലിറ്റി പുറത്തേക്ക് കാണിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊന്നും അവിടെ ഇല്ല. അത് എന്തിനെ സൂചിപ്പിക്കുന്നുവോ, ലാക്കസിനെ സൂചിപ്പിക്കുന്നത് ലാക്കസിസ്. ഇറ്റ് ഹാസ് ക്യൂർഡ് എ നമ്പർ ഓഫ് കേസ് ഓഫ് എപ്പിത്തീലിയോമ. എപ്പിത്തീലിയോമയുടെ ഒരു നിരവധി കേസുകൾ ലാക്കസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാലിഗ്നൻറ്റും ആകാം, ബിനൈനും ആകാം. അതെന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഈ ബയോപ്സി എന്നുള്ള പരിശോധന വളരെ ലളിതമാകുന്നത് വരെ ഈ മാലിഗ്നൻസിയും മറ്റൊന്നും പരിശോധിക്കുന്ന രീതി വളരെ വളരെ കുറവാണ്. സർജറിക്ക് ശേഷം സ്പെസിഫിനൊക്കെ എടുത്തൊരു കാലത്തൊക്കെ ഇത് വരുന്നത്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, അതായത് എൻ്റെ കൗമാര കാലഘട്ടത്തിൽ ആണ് ഒരു പൊതുജനങ്ങൾക്കായിട്ടൊരു പബ്ലിക്കായിട്ടൊരു ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തെ കലൂരിൽ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എൻ്റെ അറിവിൽ അത് എറണാകുളത്തായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് മുൻപ്, 150 വർഷം മുമ്പുള്ള ലിറ്ററേച്ചറാണിത്. അന്ന് ബിനൈനാണോ മാലിഗ്നൻ്റാണോ ഒന്നും അങ്ങനത്തെ പരിശോധനകൾ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ല. അപ്പോൾ ഈ തൊലിയിലെ മുഴകളെ പല കേസിലും ലാക്കസ് സുഖപ്പെടുത്തിയിരുന്നെന്ന് പറയുമ്പോൾ അതിൽ മാലിഗ്നൻറ്റും വരാം. ഇറ്റ് ഹാസ് ബീൻ എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ലൂപ്പസ്. ലൂപ്പസിൻ്റെ കാര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടൊരു അവസ്ഥയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സ്വന്തം പ്രതിരോധ ശക്തി സ്വന്തം കോശങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന, നശിപ്പിക്കുന്നൊരവസ്ഥ. അതിന് ചികിത്സയിലും ലാക്കസിസ് വളരെ ഉപകരിക്കും. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റെമഡി ഇൻ സിഫിലിറ്റിക് സോർ ത്രോട്ട്, ഇൻ സിഫിലിറ്റിക് അൾസറേഷൻ ഓഫ് ദ ത്രോട്ട്, ടങ് ആൻഡ് റൂഫ് ഓഫ് ദ മൗത്ത് വിത്ത് ദിസ് കോപ്പിയസ് സ്റ്റിങ്ങി സലൈവ. അപ്പോൾ ലക്ഷണമാണ് പ്രധാനം. സിഫിലിസ് ആണോ എന്താണോ, അത് എവിടെയാണോ, നാവിലാണോ, ഇതിലാണോ, തൊണ്ടയിലാണോ, തൊണ്ടയുടെ റൂഫിലാണോ എന്നുള്ളത്. ഇതേപോലെ ടിപ്പിക്കലായിട്ടുള്ള ലാക്കസിൻ്റെ സ്റ്റിക്കി മ്യൂക്കസ് ഉള്ള കണ്ടീഷനിൽ അതിനെയും സിഫിലിസിനെയും ലാക്കസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ദ മസിൽസ് ഓഫ് ദ ഫാരിങ്സ് ബിക്കം പാരലൈസ്ഡ് ആൻഡ് വിൽ നോട്ട് ആക്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഫാരിങ്സിലെ പേശികൾ തളർന്നു പോകുന്നു, അത് പ്രവർത്തിക്കുന്നില്ല. ആൻഡ് ഹെൻസ് ദ ഫുഡ് വിൽ കളക്ട് ഇൻ ദ ഫാരിങ്സ്. എന്താ പറ്റുക? ചവച്ച് കിടക്കുന്ന ആഹാരം അതൊരു ഉണ്ടയായിട്ട്
ഈ ഫാരിങ്സിൽ പോയി കിടക്കും. ദാറ്റ് ഈസ് ദ ബോളസ് ടു ബി സോളോഡ് ഗോസ് ടു ദ ഫാരിങ്സ് ആൻഡ് സ്റ്റോപ്സ്. അപ്പോൾ വായിൽ ചവച്ച് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഉണ്ട കൊണ്ട് വിഴുങ്ങാൻ നോക്കുമ്പോൾ അത് ഫാരിങ്സിൽ പോയി കിടക്കുകയാണ്, അവിടെ നിൽക്കുന്നു. അതിന് ട്രമൻഡസ് എഫർട്ട് അറ്റ് സോളോവിങ്, അത് ഇറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നു. ഗാഗിങ്, കോഫിങ് ആൻഡ് സ്പാസ്മോഡിക് ആക്ഷൻ ഓഫ് ദ ചെസ്റ്റ്, എല്ലാവിധ പ്രയാസങ്ങളും, ശ്വാസം മുട്ടലുണ്ടാകുന്നു, ചുമക്കുന്നു, നെഞ്ചിനാകെ പ്രയാസങ്ങളുണ്ടാകുന്നു, വലിച്ചുപോച്ചലുണ്ടാകുന്നു. അപ്പോൾ ഈ എന്താ പറ്റുന്നത്? ശ്വാസം തടയപ്പെട്ടു പോകും. ഭക്ഷണം പോയി കെട്ടിയിട്ട് ശ്വാസം തടയപ്പെട്ടുമ്പോൾ ഈ ഒരു വെപ്രാളം മുഴുവൻ ഉണ്ടാവും. ആൻഡ് ഹി വിൽ നോട്ട് അഗെയിൻ അറ്റംപ്റ്റ് ഇറ്റ്. പിന്നെ ഈ ഒരു സാഹസനം മുതലില്ല, പിന്നെ ആഹാരം ഇറക്കാൻ ശ്രമിക്കില്ല. ദിസ് സ്റ്റേറ്റ് ഓഫൺ ഒക്കേഴ്സ് വിത്ത് ഡിഫ്തീരിയ. ഡിഫ്തീരിയയുടെ കണ്ടീഷനിൽ ഇത് പലപ്പോഴും സംഭവിക്കും. അപ്പോൾ ഡിഫ്തീരിയ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കണ്ട, നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യാൻ പറ്റും. I have a number of times seen it brought about by the physician who has, instead of giving just enough laxatives, high enough and similar enough to the disease to cure, given it as low as he could get it, the eighth or 10th. ഇവിടെ എൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു ആരോപണം. ഇവിടെ ഫിസീഷ്യൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതി ഫിസീഷ്യൻ ആയിരിക്കണം, അത് തിരിച്ചു പറയുന്നില്ല. പക്ഷേ ലാക്ടോസിൻ്റെ ലോവർ പൊട്ടൻസിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് അത് ഹോമിയോപ്പതാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അപ്പം ഇത്തരം കണ്ടീഷനിൽ ലാക്ടോസിസ് ആവശ്യമായത്ര ഉയർന്ന പൊട്ടൻസിയിൽ ആവശ്യമായത്ര സിമിലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൊടുക്കേണ്ടതിന് പകരം തനിക്ക് കിട്ടാവുന്ന ഏറ്റവും ലോവർ പൊട്ടൻസി 8th or 10th അത് വെള്ളത്തിൽ അരിയിച്ച് ഡിസോൾഡ് ഇൻ വാട്ടർ ആൻഡ് ഫെഡ് ഓൾ ത്രൂ ദ ഡിഫ്തീരിക് സ്റ്റേറ്റ്, ഡിഫ്തീരിക് സ്റ്റേറ്റിൽ ഉടനീളം അത് കുടിപ്പിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ഇത് ലോവർ പൊട്ടൻസിയുടെ ഉപയോഗത്തിനെതിരെയുള്ള ഒരു വിമർശനമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കെൻറ്റിനെതിരെ ഉള്ള പ്രധാനപ്പെട്ടൊരു വിമർശനം വളരെ ഉയർന്ന പൊട്ടൻസികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഉയർന്ന പൊട്ടൻസികളെ അവർ ന്യായീകരണമായിട്ട് പറയുന്നത് സാമുൽ ഹനിമാൻ 30th പൊട്ടൻസി വരെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത്. പലപ്പോഴും ലോവർ പൊട്ടൻസിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അത് ശരിയുമാണ് താനും എന്ന് വെച്ചുകൊണ്ട് പിന്നീട് വന്ന സാമുൽ ഹനിമാൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ സ്റ്റുഡൻ്റായിട്ടുള്ള കെൻറ്റ് ഹയർ പൊട്ടൻസിയിലേക്ക് വ്യക്തമായ കാര്യകാരണങ്ങൾ സഹിതം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട ആവശ്യം എന്താണ്? അതുപോലെ മെൻ്റൽ സിംറ്റംസിലുള്ള ഊന്നൽ, അമിതമായ ഊന്നൽ, അതും ഹോമിയോപ്പതി ഫിലോസഫിക്ക് എതിരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം. ഞാൻ ഈ ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് വിദേശത്തുള്ള ചില ഹോമിയോപ്പതി ഫ്രണ്ട്സ് ഉണ്ട്. ശേഷം ഈ കോവിഡിൻ്റെ കാലത്ത് ഹോമിയോപ്പതിയെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ കുറേ ശ്രമിച്ചിരുന്നു. ആ ഒരു സമയത്ത് യൂറോപ്പിലും US-ലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഉള്ള വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള പല ഹോമിയോപ്പാസുമായിട്ടും സോഷ്യൽ മീഡിയ വഴി, വിശേഷിച്ചും ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദമുണ്ട്. ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പല ഗ്രൂപ്പുകളിലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് അംഗവുമാണ്. അപ്പോൾ ഇവരിൽ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. കാരണം അവരുടെ ദൃഷ്ടിയിൽ കെൻറ്റ് ഹനിമാനെതിരാണ്. കെൻറ്റ് വളരെ ഉയർന്ന പൊട്ടൻസികളെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, ലോവർ പൊട്ടൻസിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അവർ അതെന്താണ് അത്ഭുതം? അത് കെൻറ്റ് വരെ തുറന്നു പറയുന്നുണ്ട്. വാസ്തവത്തിൽ കെൻറ്റ് ഹനിമാനെ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒരു മിടുക്കനായ ശിഷ്യൻ, ഒരു ജീനിയസ് ആയിട്ടുള്ള ശിഷ്യന്, ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ശിഷ്യന് ഗുരുവിനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഗുരുവിൻ്റെ തത്വങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവകാശവും സാധ്യതയും ഉണ്ട്. അത് മറ്റ് ശാഖകളിലും കാണാം. കെൻറ്റ് തുറന്നു പറയുന്നുണ്ട്. കെൻറ്റ് ഹനിമാനെ അവർ ഗ്രേറ്റ് മാസ്റ്റർ എന്നല്ലാതെ മറ്റൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിച്ചിട്ടില്ല. അവർ ഗ്രേറ്റ് മാസ്റ്റർ എന്നിട്ട് പറയുന്നത് ഹയർ പൊട്ടൻസീസിനെ കുറിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ ഹയസ്റ്റ് പൊട്ടൻസീസിനെ കുറിച്ച് നമ്മുടെ ഗ്രേറ്റ് മാസ്റ്റർ അവയർ അല്ലായിരുന്നു, അന്ന് അവൈലബിൾ അല്ലായിരുന്നു. അത് പൂർണ്ണമായിട്ട് ശരിയാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഹയർ പൊട്ടൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ദ ഡ്രഗ്സിൻ്റെ പരിണത ഫലങ്ങൾ ഇൻക്യൂറബിൾ ആണെന്ന് ഹനിമാൻ കരുതി. പക്ഷേ അതിനെ ക്യൂർ ചെയ്യാം ബൈ ദ അഡ്വെൻറ്റ് ഓഫ് ഹയർ പൊട്ടൻസീസ്. അത് വാസ്തവത്തിൽ
കെൻറ്റ് ഹനിമാനെ ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? മാനസിക ലക്ഷണങ്ങളിൽ ഊന്നുന്നതിൽ എന്താ തെറ്റ്? അത് ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഒരു വൈറ്റാലിറ്റി, ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റി, അതിൻ്റെ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന അതിൻ്റെ വിൽ, എന്താ റിലം ഓഫ് വിൽ, റിലം ഓഫ് ഇൻ്റലക്ട്, റിലം ഓഫ് മൈൻഡ്, ഏറ്റവും അവസാനം റിലം ഓഫ് ഫിസിക്. അപ്പോൾ മനസ്സിൻ്റെ ലക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതിൽ എന്താണ് അതൊരു തെറ്റുള്ളത്? ഒരു സംശയമാണത്. ഇത് മറ്റൊരു ശാസ്ത്രശാഖകളും കാണാം. ഇപ്പോൾ ഫിസിക്സിൽ, എൻ്റെ വിഷയം ഫിസിക്സാണ്, ഫിസിക്സിൽ ഏറ്റവും മഹാനായിട്ട് എല്ലാവരും കൊണ്ടാടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, അല്ല അതിനു മുമ്പുള്ള ഐസക് ന്യൂട്ടൺ, ഗ്രേറ്റ് മാസ്റ്റേഴ്സാണ്. അവരെയൊക്കെ പിന്നീട് വന്ന ശാസ്ത്രജ്ഞർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടൻ്റെ ക്ലാസിക്കൽ തിയറിയെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ്, ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള തിയറി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി വരുന്നത്. ഐൻസ്റ്റീന് സമകാലീനായിരുന്ന മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ഐൻസ്റ്റീൻ അതിനെ പരിഹസിക്കുക ചെയ്തത്. ദൈവം പകട കളിക്കാറില്ലെന്നാണ് പറഞ്ഞത്. ഒരു ഊർജം തരംഗമായും കണികകളായും വരാം, അത് ഏത് അവസ്ഥയിൽ വരും, ഏത് സാഹചര്യത്തിൽ അങ്ങനെ വരുമെന്ന് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്ലാങ്കും ഷ്രോഡിഞ്ചറും അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് ദൈവം പകട കളിക്കാറില്ലെന്നാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് തിരിച്ചറിയുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. കെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സാമൂഹ്യ ഹനിമാൻ ജീവിച്ചിരുന്നെങ്കിൽ കെൻറ്റിനെ അംഗീകരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഇവിടെ പറയുന്ന വിമർശനം, ഒരു ഫിസീഷ്യൻ ലാക്കസിൻ്റെ 8th or 10th പൊട്ടൻസി, കിട്ടാവുന്ന ഏറ്റവും ലോവസ്റ്റ് പൊട്ടൻസി ഉപയോഗിച്ച് അത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഡിഫ്തീരിയയുടെ കോഴ്സ് മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് കെൻറ്റ് തുറന്നു പറയുന്നത്. When you come across cases that have been treated in this way, you need not be surprised if a post-diphtheric paralysis comes on. ഡിഫ്തീരിയാനന്തര തളർച്ച, ഡിഫ്തീരിയയ്ക്ക് ശേഷമുള്ള തളർച്ച ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട. എന്താണ് ഈ ലോവർ പൊട്ടൻസി ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുത്ത് അത് ലാക്കസിന് ആ പേഷ്യൻ്റ് പ്രൂവ് ചെയ്യുകയാണ്. ഒന്നുകിൽ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ അനാവശ്യമായ റിപ്പീറ്റേഷൻ, ലോവർ പൊട്ടൻഷ്യൽ റിപ്പീറ്റേഷൻ കൊണ്ട് ലാക്കസിസ് അല്ലെങ്കിൽ ഏത് ഔഷധമാണോ അത് അതിൻ്റെ ലക്ഷണങ്ങളെ ആ പേഷ്യൻറ്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു, ഇംപ്രസ് ചെയ്യുന്നു. രണ്ട് സാധ്യതകളുണ്ട്. അത് ഷാലോ മെഡിസിൻസ് ഒക്കെയാണ്, വെജിറ്റബിൾ കിങ്ഡം ഒക്കെയാണ്, അധികം ഡ്യൂറേഷൻ ഇല്ലാത്ത, അധികം ഡെപ്ത് ഇല്ലാത്ത ഔഷധങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകണമെന്നില്ല. എന്നാലും വളരെ തുടർച്ചയായിട്ടുള്ള റിപ്പീറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ പോയിസൺസ്, അനിമൽ കിങ്ഡം, മിനറൽസ്, മെറ്റൽസ്, ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആയുഷ്കാലം പോവില്ല. പേഷ്യൻറ്റിനില്ലാത്ത സിംറ്റംസും കാണിക്കും. അത് ഹോമിയോപ്പതിക്കല്ല. ഇനി അടുത്ത കൂടുതൽ അപകടകരമായ കാര്യം പറയാണ്, ഇറ്റ് മേ ക്യൂർ ദ ഡിഫ്തീരിയ. അത് ഡിഫ്തീരിയ അത് ഹീൽ ചെയ്തേക്കാം, ക്യൂർ ചെയ്തേക്കാം, ഉറപ്പില്ല. ബട്ട് ഇറ്റ് വിൽ ലീവ് ഇറ്റ്സ് പോയിസൺസ് എഫക്ട്സ് വിച്ച് വിൽ ലാസ്റ്റ് ദാറ്റ് പേഷ്യൻറ്റ് എ ലൈഫ് ടൈം. ആ രോഗിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന തരത്തിൽ ലാക്കസിൻ്റെ വിഷവീര്യം, ലാക്കസിൻ്റെ തനത് ലോവർ പൊട്ടൻഷ്യലിൻ്റെ ക്രൂഡ് ഫോമിലുള്ള അതിൻ്റെ വിഷവീര്യം, അതിൻ്റെ ഹീലിംഗ് എഫക്റ്റ് അല്ല. ഈ പോയിസണസ് സാധനത്തിനെ പൊട്ടൻസൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന ക്യൂറേറ്റീവ് എഫക്റ്റ് അല്ല, അതിൻ്റെ പോയിസണസ് എഫക്റ്റ് ആ രോഗിയുടെ ആയുഷ്കാലം അയാളുടെ മേൽ ഇംപ്രസ് ചെയ്യപ്പെടും. എവറി സ്പ്രിംഗ് ദ സിംപ്റ്റംസ് ഓഫ് ലാക്കസ് വിൽ ക്രോപ്പ് ഔട്ട്. സ്പ്രിംഗ് സീസണെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ലാക്കസിൻ്റെ കാര്യത്തിൽ ലാക്കസിൻ്റെ ലക്ഷണങ്ങൾ ഓരോ സ്പ്രിങ്ങിലും അത് പുറത്തു വരും. In all the circumstances of aggravation, describe the symptoms of lacus will crop out if he has been poisoned by it. ലാക്കസ് പോയിസണിങ് നടന്നു കഴിഞ്ഞാൽ ലാക്കസിൻ്റെ സിംറ്റംസിൻ്റെ അഗ്രവേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പറയുന്നോ ആ സാഹചര്യങ്ങളെല്ലാം അത് പുറത്തു വരും. ആ സാഹചര്യങ്ങളിൽ അത് പുറത്തു വരും. സ്പ്രിങ്ങിലായാലും എപ്പോഴായാലും അത്. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ. അത് ലക്ഷണങ്ങളെ ഇംപ്രിൻ്റ് ചെയ്യുന്ന ഒരു മാരകമായൊരവസ്ഥയാണ്. ലാക്കസിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു പല ഡീപ്പായിട്ടുള്ള ഔഷധങ്ങളുടെ കാര്യത്തിലും, വിശേഷിച്ചും അനിമൽ കിങ്ഡം, മെറ്റൽസ്, മിനറൽസ്, പോയിസൺസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ലാക്കസിനെ കുറിച്ചുള്ള, ലാക്കസിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിവുകൾക്ക് പുറമെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട്, പൊട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട്, രോഗാവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട്, ഈവൻ ക്യാൻസറും ഒരു ഇൻഫ്ലമേഷനെയും
നമുക്ക് ഒരേ തരത്തിൽ കാണാം. പ്രൊവൈഡ് ദർ ആർ ഇനഫ് സിംറ്റംസ്. അതൊക്കെ അങ്ങനെയുള്ള നമുക്കൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി അറിവുകളും കെൻ്റ് ഇവിടെ നമുക്ക് തന്നു. ഇതേപോലുള്ള മറ്റ് ധാരാളം അറിവുകളും തുടർന്നും കെൻ്റ് തരുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ലാക്കസിൻ്റെ ഓരോ വരിയും വാക്കുകളും നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.